ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ. അങ്ങനെ തൃശ്ശൂരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നാത്തൂൻ്റെ വീടാണിത്. പക്ഷെ നാത്തൂനൊന്നും അവിടെ താമസമില്ല. നാത്തൂനും മോനും മരോളൊക്കെ കാനഡയിലാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടൊന്ന് വീടൊക്കെ ഒന്ന് നോക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് വാഴത്തോട്ടം, അതുപോലെ തന്നെ വേപ്പ് മരവും പുളിമരമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ടൊന്ന് നോക്കും. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയായി ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ അങ്ങനെ എന്താ പറയുക, പോസ്റ്റിൽ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കറണ്ട് ബില്ല്, വാട്ടർ ബില്ലൊക്കെ ആയിട്ട്, പിന്നെ കുറേ ബുക്കുകൾ. അങ്ങനെ പറമ്പിൽ കിടന്നപ്പോൾ ഞങ്ങൾ മുന്നേ വന്നപ്പോൾ 2 വാഴ നല്ല കാറ്റത്ത് വീണ് കിടക്കായിരുന്നു. അപ്പോൾ ഒരു കൊല കേടായി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾക്ക് ഇങ്ങനെ വാഴര ഇതൊക്കെ ഇങ്ങനെ താഴ്ത്തി വീണ് ചതഞ്ഞിട്ടേ. അപ്പോൾ ആ കായക്കൊല ഞങ്ങൾ കണ്ടപ്പോൾ ഇനി അതും ഇങ്ങനെ വീണ് കിടക്കണേ. അപ്പോൾ അതും ഇനി വെച്ചിരുന്ന് അതിൻ്റെ അടിവശം ഇങ്ങനെ മുട്ടിയിട്ട് അതും കേടാവുമല്ലോ വെച്ചു. അപ്പോൾ മൂത്തിട്ടില്ല, പഴുക്കാന്ന് പറഞ്ഞ രീതിയിലായിട്ടില്ല. കാരണം ചള്ളാണ്. എന്നാലും ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വേപ്പില, ഇങ്ങനെ വേപ്പ് മരമൊക്കെ ഉണ്ട്. അപ്പോൾ വേപ്പിലൊക്കെ പൊട്ടിച്ച് അങ്ങനെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞാൻ മദർ ഹോസ്പിറ്റലിൻ്റെ അവിടെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചീനെ കാണാൻ ചെന്നപ്പോൾ ചേച്ചി അടുത്തൊരു ബാങ്കിലേക്ക് പോയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ അയാൾ നിന്നു. ചേച്ചിയോട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ വർക്ക് ഏരിയയും ബാത്റൂമിൻ്റെയും വർക്ക് നടക്കണ്ടേ. അപ്പോൾ അങ്ങോട്ട് കുറച്ച് ടൈലിൻ്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മറ്റേ രാഹുൽ ടൈൽ കടയുണ്ട്. അപ്പോൾ അവിടേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി പണി നടക്കണം വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ബാത്റൂമിലേക്കുള്ള ടൈലുകളൊക്കെ ഇങ്ങനെ, അതുപോലെ വർക്ക് ഏരിയയ്ക്കുള്ള ടൈലുകളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് നോക്കി. അപ്പോൾ നല്ല നല്ല ടൈലുകളൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഏതാണെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ടൈലുകളും നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല ഡിസൈൻ വർക്കുള്ള ടൈലുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ടൈലുകൾ, പല റേറ്റിൽ. അവർ ബാത്റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈലുകൾ ഒട്ടിക്കണത് എങ്ങനെയൊക്കെയെന്നുള്ളത് സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ സെറ്റ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതുപോലെ നല്ല ഭംഗിയുള്ളതാട്ടോ കേട്ടോ. വെറൈറ്റി ടൈലുകളാട്ടോ. കാണാനും ഉണ്ട്, നല്ല മിനുസുണ്ട്. അതുപോലെ വുഡിൻ്റെ മോഡലുള്ള ടൈലുകളൊക്കെ ഉണ്ട് കേട്ടോ. കളർ ചേഞ്ചിൽ ഇലയുടെ മോഡൽ തന്നെ ഉണ്ട് പല തരത്തിൽ കണ്ടോ. ഇതൊരു ബാത്റൂം പോലെ അവർ സെറ്റ് ചെയ്ത് കാണാം. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ വലിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ രാഹുൽ ടൈൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ബാത്റൂമുകളിൽ ഒരു ടൈല് മാറ്റിയിട്ട് ഒരു കട്ട മറ്റേ കാല് വരയ്ക്കാനൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന കല്ല. അപ്പോൾ ഈ മോഡലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്ത കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മോഡൽ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞങ്ങൾ പിന്നെ വർക്ക് തീരുമ്പോൾ കൊണ്ടുവരാമല്ലോ, അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി, പിന്നെ അവർ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞങ്ങൾ ഏതാ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മോളെ കോളേജിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമായി, 3 മണിയായി. അപ്പോൾ പിന്നെ എന്തായാലും മോളെ കോളേജിൽ നിന്ന് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചു വെയിറ്റ് ചെയ്തു. അന്ന് അവൾ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതേ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും മോള് ക്ലാസ് കഴിഞ്ഞ് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്തൊരു 11:30-ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലായിടത്തും പോയി വന്നപ്പോൾ ഈ സമയമായിരുന്നു മാത്രം.